ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ പ്രിയ7. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് പോഴ്സസ്. ഈ ഓയിലി സ്കിന്നായിട്ടുള്ളവർ, അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നുള്ളവർ, അവർക്കൊക്കെയാണ് കൂടുതലായിട്ടും പോഴ്സസ് കാണുന്നത്. അതായത് ഈ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും പോഴ്സസ് കാണാൻ സാധിക്കുക. എക്സസീവായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളവർ, അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്കിൻ കെയർ ചെയ്യാതെ മേക്കപ്പ് ചെയ്യുന്നവർ, മേക്കപ്പ് റിമൂവ് ചെയ്യാതെ കെയർലെസ് ആയിട്ട് നടക്കുന്നവർ, PCODയുടെ പ്രശ്നമുള്ളവർ, പിന്നെ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ, അതായത് ടീനേജിലേക്ക് കിടക്കുമ്പോൾ ആ സമയത്തൊക്കെയാണ് കൂടുതലായിട്ടും പോഴ്സസ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ആക്നെ പോഴ്സസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. കൂടുതലായിട്ടും പിമ്പിൾസ് വന്നു കഴിഞ്ഞ് മാറിക്കഴിഞ്ഞാലും ആ വന്ന സ്ഥാനത്ത് തന്നെ വീണ്ടും പിമ്പിൾസ് വരികയും അങ്ങനെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്ത് കുഴികൾ രൂപപ്പെടും. ഇങ്ങനെ നമുക്ക് പോഴ്സസ് ഉണ്ടാവാറുണ്ട്. ഫേസിൽ കൂടുതലായിട്ടും പോഴ്സസ് ഉണ്ടാകുമ്പോൾ എന്താണ് പ്രശ്നം? നമ്മുടെ ഫേസ് കണ്ടാൽ നമുക്ക് ഉള്ള പ്രായത്തിനേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കും. അതുപോലെ തന്നെ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പോഴ്സസിൻ്റെ അകത്ത് ഇത് കയറിയിരുന്ന് നമുക്കൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാതെ വരികയൊക്കെ ചെയ്യും. എന്നാൽ ഇത് നാച്ചുറലായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഈ പോഴ്സസ് കംപ്ലീറ്റ് ആക്കി മാറ്റിയെടുക്കുക എന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടി ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിയിൽ മെമ്പർ ആകുന്നതിന് വേണ്ടി ആ കാണുന്ന ചെറിയൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്യണേ. കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടണോടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കി വെക്കണം. എന്നാൽ നമുക്ക് എങ്ങനെയാണ് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഈ പോഴ്സസ് ഇല്ലാതാക്കുക എന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പോഴ്സസൊക്കെ ക്ലോസ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഐസ് ക്യൂബാണ് അലോവേരയുടേത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ അലോവേര എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ അലോവേരയാണ് 2 എണ്ണമൊക്കെ എടുക്കാവേ. ഇത് അരമണിക്കൂർ ഞാൻ കുത്തിച്ചാരി വെച്ച് അതിലുള്ള മഞ്ഞക്കറയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചതിന് ശേഷം അതിന് 2 സൈഡിലുമുള്ള ആ മുള്ളങ്ങ് ചെത്തി മാറ്റുന്നുണ്ട്. നമ്മൾ സാധാരണ അലോവേര ജെൽ എടുക്കത്തില്ലേ, അതുപോലെ തന്നെ ഇതിനകത്ത് അലോവേര ജെൽ നമുക്ക് എടുക്കണം. ഡെയിലി ഈ അലോവേര ഐസ് ക്യൂബ്സ് നമ്മുടെ സ്കിന്നിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പലതാണ് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ബെനിഫിറ്റ്സ്. അതായത് ലാർജ് ആയിട്ടുള്ള ഓപ്പൺ പോഴ്സസ് ഒക്കെ ക്ലോസ് ആക്കുന്നതിനും, ഡാമേജ് ആയിട്ടുള്ള സ്കിന്നുകളെ റിപ്പയർ ചെയ്യുന്നതിനും, അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിനും ഒക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ അലോവേരയുടെ ഐസ് ക്യൂബ്സ്. നമ്മുടെ സ്കിന്നിനെ ഏത് സമയം ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നതിനും, അതുപോലെ എപ്പം നോക്കിയാലും നമ്മുടെ സ്കിന്നിന് ഒരു ഫ്രഷ് ലുക്ക് കിട്ടുന്നതിനും, അതുപോലെ തന്നെ എക്സസീവായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും, നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലീൻ ആക്കി വെക്കുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു അലോവേര ജെല്ലും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഐസ് ക്യൂബ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ആ ലീഫിലുള്ള ജെല്ലെല്ലാം വടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ എടുത്ത് വെച്ചിരിക്കുന്ന ജെല്ലിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് ഒന്ന് മുങ്ങിക്കിടക്കാൻ, ജെല്ല് മുഴുവനായിട്ടൊന്ന് മുങ്ങിക്കിടക്കാവുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു മിനിറ്റത്തേക്കിന് അത് അങ്ങനെ വെച്ചേക്കണം നമുക്ക്. അതിനുശേഷം നമുക്ക് അതിൽ ആ വെള്ളത്തിൽ നിന്ന് ഇത് നമുക്ക് തിരിച്ചെടുക്കാവേ. 1 മിനിറ്റ് ഞാൻ അങ്ങനെ വെള്ളത്തിലിട്ടതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. വെള്ളം ഇല്ലാതെ നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് സ്മൂത്തായിട്ടുള്ള അലോ ജെല്ലായി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഇച്ചിരി ഹാർഡായിട്ടിരിക്കുകയാണല്ലോ, ഇത് നല്ല സ്മൂത്തായിട്ടുള്ള അലോവേര ജെല്ലാകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സ്മൂത്തായിട്ടുള്ള അലോവേര ജെല്ലായി കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് 2 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലുണ്ട്. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ 2 ടേബിൾ സ്പൂൺ അലോവേര ജെല്ല് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലില്ല എങ്കിൽ റോ മിൽക്ക് ആയാലും ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഈ ഒരു അലോവേര ജെല്ലൊരു ജെൽ പരുവാണല്ലോ, അത് ഈ വെള്ളവുമായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വേണമെങ്കിൽ
വേണമെങ്കിൽ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താലേ അതൊന്ന് മിക്സായി വരുന്നതായിരിക്കും. ഇത് നന്നായിട്ട് ഇപ്പോൾ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു ട്രേയിലേക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വയ്ക്കുകയാണ്. ഐസ് ക്യൂബ് ട്രേ ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനി ഒരു 5 to 6 hours ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ഫ്രീസ് ആക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതിന് വെളിയിലെടുക്കാവേ. നമ്മുടെ ഐസ് ക്യൂബ്സ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദിവസത്തിൽ ഓരോന്ന് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ എവിടെയാണ് പോഴ്സ് കൂടുതലായിട്ടുള്ളത് അവിടെ ഇങ്ങനെയൊന്ന് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അങ്ങ് ഫേസിനെ വിട്ടേക്കാം. കുറച്ച് നേരം കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ കറക്റ്റായിട്ട് 1 മാസം നമ്മൾ ഇങ്ങനെ ഐസ് ക്യൂബ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ദിവസം ഓരോന്ന് മതി. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ പോഴ്സസ് ഒക്കെ ക്ലോസ് ആയി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. 1 മാസം കറക്റ്റായി ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നല്ല വ്യത്യാസം തന്നെ ഉണ്ടാകുന്നതായിരിക്കും. എത്ര മടിയുള്ളവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് എപ്പോഴെങ്കിലും സമയം ഉള്ളപ്പം ഒന്ന് ഫേസിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സമയം നമ്മൾ ഇതിനു വേണ്ടി കണ്ടെത്തേണ്ടത് ആവശ്യമില്ല. ഇതൊന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഒരു 7-8 ദിവസത്തേക്കിന് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പോഴ്സിന്റെ പ്രശ്നമുള്ളവർ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് റിസൾട്ട് എന്താണെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക,